ഒരു ടോപ്പിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ ടോപ്പിക്ക് എന്തായി, അത് പഠിച്ചിട്ടില്ലല്ലോ, എനിക്ക് ഫിസിക്സ് അറിയില്ലല്ലോ, കെമിസ്ട്രി അറിയില്ലല്ലോ എന്നൊക്കെ നമുക്ക് സാധാരണയായിട്ട് തോന്നാറുള്ള ഒരു കാര്യമാണ്. ഇതിനെയാണ് നമ്മൾ പാനിക് മോഡിൽ റിവിഷൻ ചെയ്യുക, അല്ലെങ്കിൽ പാനിക് റിവിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുക. യൂഷ്വലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു വലിയൊരു ടാർഗറ്റഡ് ആയിട്ടുള്ള എക്സാമിലേക്ക് പോയി ലാസ്റ്റിലത്തെ ഒരു 50 ദിവസം, 40 ദിവസം, 30 ദിവസം, 10 ദിവസം എന്നൊക്കെ പറയുന്ന സമയം ഇങ്ങനെ ചുരുങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഇത് ചെയ്യുമ്പോൾ അത് ചെയ്യുമ്പോൾ ഇത് എന്നുള്ള രൂപത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ബേസിക്കലി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണ്. ഹ്യൂമനായിട്ട് നിൽക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും നമ്മളുടെ ഒരു കപ്പാസിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് ലിമിറ്റഡ്. അത് അറിയാനൊരു വഴിയുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ 10 ദിവസത്തേക്ക് നമ്മൾ ഓരോ മണിക്കൂറിലും എത്ര ടോപ്പിക്കാണ് പഠിച്ചത്, അല്ലെങ്കിൽ കഴിഞ്ഞ 10 ദിവസം ഓരോ ദിവസത്തിലും എത്രത്തോളം ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ കപ്പാസിറ്റി. ആ കപ്പാസിറ്റിയുടെ അപ്പുറത്തേക്ക് ഒരു സാധനം ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ കഴിഞ്ഞ 10 ദിവസത്തിൽ 1.5 ചാപ്റ്റർ വീതം അല്ലെങ്കിൽ 2 ചാപ്റ്റർ വീതം റിവൈസ് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ഇന്നും 1.5 അല്ലെങ്കിൽ 2 ചാപ്റ്റർ തന്നെ നോക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നെടുത്ത് വെച്ചിരിക്കുന്ന ഈ ചാപ്റ്റർ നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള 82 ചാപ്റ്ററിനെയും മറന്നിട്ട് ഈ ഒരു 2 ചാപ്റ്ററിൻ്റെ ഉള്ളിലേക്ക് മാത്രം നോക്കി നിൽക്കുന്നത് നല്ലുള്ളൂ. ആൻഡ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി മാത്രമേ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കുകളും മറന്നിട്ട് ഈ ഒരു ടോപ്പിക്കിനെ മാത്രം വെച്ചിട്ട് ഇത് പഠിച്ച് തീർക്കുക. ഇതിനകത്ത് നമ്മുടെ നോട്ടിലും NCERT-ലും നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലും കോഡ് ബ്ലൂവിലും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനെ പറ്റി മാത്രം ആലോചിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു നല്ല റിസൾട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക.